ഇതാണ് അയർലൻഡിൽ നമ്മൾ ആരും കാണാത്ത കവേർഡ് വെൽ ഓഫ് ലെഗ് സ്ലിപ്പ് ബിഫോർ 1753. നമ്മൾ അയർലൻഡിൽ ഇപ്പോൾ നമുക്ക് കിണറുകളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ കിണറുകൾ അത് കാത്തു സൂക്ഷിക്കുന്ന പല കൗണ്ടുകളും ഉണ്ട് ഇവിടെ. അതിലെ ഒരു കിണറാണ് നമ്മൾക്ക് ഈ മുന്നിൽ കാണുന്നത്. ഇതാണ് ആ വെല്ലെന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ട് മരങ്ങളെയും ഇവർ വിളിക്കുന്നത് ഇതിന് ഹാങ്ങിങ് ട്രീ എന്നാണ്. ഇത് റിബലിയൻ ടൈം ഓഫ് 1793 ലെക്സൺ സിസ്റ്റേഴ്സ് ലൂസ കൊണലി ഓഫ് സെൽബ്രിഡ്ജ് റീകോൾ ട്രാവലിംഗ് ടു ലെക്സ്ലിപ്പ് കാസ്റ്റൽ ടു കളക്ട് എ pass and nothing the body of a man hanging from one of these tree on this the then main road to Leixlip bypass around the church in 1833 was not built until about 1810 by the Tonpic Commissioner and then called Leixlip Hill. അപ്പോൾ അതാണ് ഈ മരത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും നമുക്ക് വെല്ലിൻ്റെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി വെക്കാം. അവിടെ സ്റ്റെപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ വാള് പോലെയുള്ളൊരു വസ്തു വെച്ചിട്ട് ഇതിനെ സംരക്ഷിച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇതെല്ലാം കരികില കയറി നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാരും യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഇവർ സംരക്ഷിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്തായാലും ഈ സ്പോട്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അരുവി ഒഴുകുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഉറവയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ബാർട്ടാളൻസ് വെൽ എന്ന് പറഞ്ഞൊരു വെല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ഒരു ലെഗ് സ്ലിപ്പിൽ രണ്ടാമത്തെ വെല്ലാണ് ഞാൻ കാണുന്നത്. ഒരു കൗണ്ടി ഏരിയ ആയതുകൊണ്ട്, റിമോട്ട് സൈഡ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് ഹിസ്റ്ററിക് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ടുമാണ് ഇതെല്ലാം കാണിക്കുന്നത്. എൻ്റെ ബാക്കിലുള്ള ഏരിയ ഒന്നും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ പ്ലേസ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് സ്ലിപ്പിന് അടുത്ത് ആണ് ഈ പറയുന്ന സ്ഥലം. എന്തായാലും ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻസും ചെയ്യണം വീഡിയോസിലെല്ലാം.